ഇത് വി വേണുഗോപാൽ കൗമുദി ന്യൂസ് ട്രാക്കിൻ്റെ ഇന്നത്തെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും സ്വാഗതം. ഇന്ന് മെയ് 25. പിണറായി സർക്കാരിൻ്റെ ഒന്നാം പിറന്നാൾ പ്രമാണിച്ച് ജാക്കറ്റ് പേജുമായി അണിഞ്ഞൊരുങ്ങിയാണ് പത്രങ്ങൾ നമ്മുടെ വീടുകളിൽ എത്തിയത്. സർക്കാരിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും തന്നെ പ്രധാന ചർച്ചാ വിഷയം. വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം തലവാചകങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. കേരള കൗമുദി: തകർന്ന യുദ്ധവിമാനം പറത്തിയത് മലയാളിയായ അച്യുദേവ്. ചൈനീസ് അതിർത്തിയിൽ കഴിഞ്ഞ ദിവസം തകർന്നു വീണ യുദ്ധവിമാനം പറത്തിയത് മലയാളി, വിശേഷിച്ച് തിരുവനന്തപുരം സ്വദേശിയായ അച്യുദേവ് എന്ന യുവാവാണ് എന്നതാണ് കേരള കൗമുദിയുടെ ഇന്നത്തെ മുഖ്യ വാർത്ത. വിവാദങ്ങൾക്കിടെ കാണാത്ത വികസന ശുഭസൂചന എന്ന വാർത്തയും സർക്കാരിൻ്റെ നേട്ടം, ഒരു വർഷം പ്രമാണിച്ച് ഒന്നാം വാർഷികം പ്രമാണിച്ച് സർക്കാരിൻ്റെ നേട്ടമായി ഒന്നാം പേജിൽ കൗമുദി സ്പെഷ്യൽ ആയി അവതരിപ്പിച്ചിരിക്കുന്നു. മലയാള മനോരമ: അതിരുവിട്ട് പാക് പ്രകോപനം. പാകിസ്ഥാൻ അതിർത്തിയിൽ ജെറ്റ് വിമാനം പറപ്പിച്ച് സിയാച്ചിൻ മേഖലയിൽ ഭീഷണി ഉയർത്തുന്നു എന്നതാണ് മനോരമയുടെ പ്രധാന വാർത്ത. മാതൃഭൂമി: BMS ഉൾപ്പെടെ BJP അനുകൂല സംഘടനകൾ കേന്ദ്രത്തിനെതിരെ നീതി ആയോഗ് ഉടച്ചു വാർക്കണം എന്ന് BJP അനുകൂല ട്രേഡ് യൂണിയൻ സംഘടനയായ BMS ആവശ്യപ്പെട്ടതാണ് മാതൃഭൂമിയുടെ ഇന്നത്തെ മുഖ്യ വാർത്ത. മാധ്യമം: വിവാദം പ്രതീക്ഷ. പിണറായി സർക്കാർ രണ്ടാം വർഷത്തിലേക്ക്. IAS പോര്, രണ്ടുപേരും തെറിച്ചു. കൃഷിവകുപ്പിൽ രാജു നാരായണ സ്വാമിയും ബിജു പ്രഭാകറും തമ്മിലുള്ള വാക്പോര് ഇരുവരും വകുപ്പിൽ നിന്ന് പുറത്താവുന്നതിലേക്കാണ് നയിച്ചത്. അതാണ് മാധ്യമത്തിൻ്റെ മുഖ്യ വാർത്ത. ദേശാഭിമാനി: വിഴിഞ്ഞം കരാർ അദാനിക്ക് വേണ്ടി ഒരുപാട് ആനുകൂല്യങ്ങൾ മനഃപൂർവ്വം ചെയ്തു കൊടുത്തു എന്നതാണ് ദേശാഭിമാനിയുടെ ഇന്നത്തെ പ്രധാന വാർത്ത. CAG റിപ്പോർട്ട് ഗൗരവതരം എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചതാണ്. ദീപികയുടെ പ്രധാന വാർത്ത നോക്കാം. സിയാച്ചിനിൽ യുദ്ധവിമാനം പറത്തിയെന്ന് പാകിസ്ഥാൻ, നുണ എന്ന് ഇന്ത്യ. വീണ്ടും പാക് ഭീഷണി. മംഗളം: ബാർ കോഴക്കേസിൽ KM മാണിക്കെതിരെ തെളിവുണ്ടെന്ന് സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചതാണ് പേജിലെ ഒരു പ്രധാന വാർത്ത. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അന്വേഷണമെന്ന് ബോധിപ്പിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു എന്നത് ഹൈലൈറ്റായി നൽകിയിരിക്കുന്നു. മുഖ്യ വാർത്ത: രാജു നാരായണസ്വാമിക്കും ബിജു പ്രഭാകരനും സ്ഥാനം തെറിച്ചു, പോരടിച്ചവർ പുറത്ത്. ഇനി ഇംഗ്ലീഷ് പത്രങ്ങൾ നോക്കാം. സിയാച്ചിൻ മേഖലയിലെ പാകിസ്ഥാൻ ഭീഷണി ഉയർത്തിയതാണ് ദ ഹിന്ദുവിൻ്റെ മുഖ്യ വാർത്ത. പാകിസ്ഥാൻ ജെറ്റ് ഫ്ലൈസ് ഓവർ സിയാച്ചിൻ. ദ ടൈംസ് ഓഫ് ഇന്ത്യ: ഇൻകം ടാക്സ് അണേർസ് 400 ബിനാമി ഡീൽസ്, അറ്റാച്ചസ് 600 crore വർത്ത് പ്രോപ്പർട്ടീസ് എന്നതാണ് മുഖ്യ വാർത്ത. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പ്രധാന വാർത്ത: ഡെസ്പറേറ്റ് പാകിസ്ഥാൻ പ്ലേസ് വീഡിയോ ഗെയിം എന്നതാണ്. ഇനി വാർത്താ വിശദാംശങ്ങൾ നോക്കാം. തകർന്ന യുദ്ധവിമാനം പറത്തിയത് മലയാളിയായ അച്യുദേവ്. അച്ചു തിരുവനന്തപുരം സ്വദേശി. മാതാപിതാക്കളെ അസാമിലെത്തിച്ചു. മോശം കാലാവസ്ഥ, തെരച്ചിൽ നിർത്തി. പ്രാർത്ഥനയോടെ നാട്. ന്യൂഡൽഹിയിൽ നിന്ന് VS സനകനും തിരുവനന്തപുരത്ത് നിന്ന് MH വിഷ്ണുവും ചേർന്ന് തയ്യാറാക്കിയതാണ് ഈ റിപ്പോർട്ട്. ഇതിൽ വ്യോമസേനയിലെ കമ്മീഷൻഡ് ഓഫീസറാണ് അച്യുദേവ് എന്ന 25-കാരൻ. VSSC എഞ്ചിനീയറായിരുന്ന സഹദേവൻ്റെയും ഓഡിയോ വിഷ്വൽ ആൻഡ് റിപ്പോഗ്രാഫിക്സ് സെൻറ്റർ ജീവനക്കാരിയായിരുന്ന ജയശ്രീയുടെയും മകനാണ് ഇദ്ദേഹം. ലയോള മുതൽ സുഖോയ് വരെ എന്നിങ്ങനെ അച്യുദേവിൻ്റെ ജീവചരിത്രവും ഒപ്പം നൽകിയിരിക്കുന്നു. വിവാദങ്ങൾക്കിടെ കാണാത്ത വികസന ശുഭസൂചന എന്നതാണ് സർക്കാരിൻ്റെ ഒന്നാം പിറന്നാൾ പ്രമാണിച്ച് നൽകിയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. MS സജീവിൻ്റെ റിപ്പോർട്ടാണ് കൊച്ചിയിൽ നിന്ന്. ഗെയിൽ വാതക പൈപ്പ് ലൈൻ അത് സംബന്ധിച്ച് മുടങ്ങിക്കിടന്ന പണികൾ ത്വരിതഗതിയിലാക്കി. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടാണ് പണികൾ ത്വരിതഗതി കൈവരിക്കാനുള്ള നിർദ്ദേശം നൽകിയതും അതനുസരിച്ച് നടപടികൾ പുരോഗമിക്കുന്നു എന്നതാണ് വാർത്തയുടെ ഉള്ളടക്കം. വികസനത്തേക്കാൾ വിവാദങ്ങൾ ആഘോഷിക്കപ്പെടുന്ന കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒന്നാണ് ഒരു വർഷം പൂർത്തിയാക്കുന്ന LDF സർക്കാരിൻ്റെ സുപ്രധാന നേട്ടം. ഇച്ഛാശക്തിയുടെ അഭാവം മൂലം വർഷങ്ങൾ ഇഴഞ്ഞും മുടന്തിയും നീങ്ങിയ കൊച്ചി മംഗലാപുരം പ്രകൃതി വാതക പൈപ്പ് ലൈൻ പദ്ധതിക്ക് ശാപമോക്ഷം ലഭിച്ചത് ഭരണ മാറ്റത്തിന് ശേഷമാണ്. ദുഷ്പ്രചാരണം സൃഷ്ടിച്ച ആശങ്ക മൂലം മലബാർ ഭാഗത്തുയർന്ന എതിർപ്പായിരുന്നു വിലങ്ങുതടി. എന്നാൽ പദ്ധതി നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഉറച്ച നിലപാട് ദുഷ്പ്രചാരണത്തിൻ്റെ മുനയൊടിച്ചു. പ്രതിവർഷം 750 കോടി രൂപയുടെ വരെ നികുതി വരുമാനം അടക്കം സംസ്ഥാനത്ത് പല നേട്ടങ്ങൾക്കും വഴിയൊരുക്കുന്ന പദ്ധതി അതോടെ സാക്ഷാത്കാരത്തിൻ്റെ രാജവീഥിയിൽ എത്തി എന്നിങ്ങനെ പോകുന്നു ആ വാർത്താ വിശദാംശങ്ങൾ. ഒപ്പം പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളും അക്കമിട്ട് നിരത്തിയിരിക്കുന്നു. സംസ്ഥാനത്തിന് പ്രതിവർഷം നികുതി വരുമാനം 750 കോടി രൂപ വരെ എന്നിങ്ങനെ ഹൈലൈറ്റുകൾ നൽകിയിരിക്കുന്നു. ഇനി
മറ്റൊരു പ്രധാന വാർത്ത സ്വാശ്രയ മെഡിക്കൽ PG കോഴ ഫീസ് കൊള്ളയും. 14.5 ലക്ഷം രൂപയാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫീസ്. ഇതിന് പുറമെ 2.5 ലക്ഷം വരെ കോഴ ഫീസായി വാങ്ങിക്കുന്നു. ശ്വാസം മുട്ടിക്കാൻ ബോണ്ടും എഴുതി വാങ്ങിക്കുന്നു എന്നിങ്ങനെ ആണ് മറ്റൊരു പ്രധാന വാർത്ത. ഇനി കാലികം പേജിലെ ഉള്ളടക്കം നോക്കാം. കൃഷി വകുപ്പിൽ മുതിർന്ന IAS ഉദ്യോഗസ്ഥരായ രാജു നാരായണസ്വാമിയും ബിജു പ്രഭാകറും തമ്മിലുള്ള പോരിനൊടുവിൽ രണ്ടുപേരും വകുപ്പിന് പുറത്തായതാണ് പേജിലെ പ്രധാന വാർത്ത. IAS ചേരിപ്പോര് രാജു നാരായണസ്വാമിയെയും ബിജു പ്രഭാകറിനെയും മാറ്റി. രാജു നാരായണസ്വാമിക്ക് പകരം ധനവിനിയോഗ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിക്കാറാം മീണയെ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. കാർഷികോത്പാദന കമ്മീഷന്റെ ചുമതലയും അദ്ദേഹത്തിനാണ്. കൃഷി ഡയറക്ടറായി ഇനി IAS ഉദ്യോഗസ്ഥൻ വേണ്ടെന്നാണ് തീരുമാനം. കൃഷിവകുപ്പിലെ സീനിയർ അഡീഷണൽ ഡയറക്ടർമാരിൽ ഒരാൾ ഡയറക്ടറാകും എന്നിങ്ങനെ പോകുന്നു ആ വാർത്താ വിശദാംശങ്ങൾ. കൃഷിവകുപ്പിൽ നിന്ന് പുറത്തായ 2 മുതിർന്ന സീനിയർ ഉദ്യോഗസ്ഥർക്കും പകരം നിയമനം നൽകിയിട്ടില്ല. മോഹൻലാൽ വരും ലിസിയുടെ കഥകൾ ജയിലിന് പുറത്തിറക്കാൻ എന്നതാണ് മറ്റൊരു കൗതുകമുണർത്തുന്ന വാർത്ത. കോഴിക്കോട് ജയിലിൽ കഴിയുന്ന ലിസി എന്ന തടവുകാരി മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തിയെന്ന പേരിലാണ് അവർ അറസ്റ്റിലായത്. ജയിൽവാസത്തിനിടെ അവർ എഴുതിയ കവിതകളും ചെറുകുറിപ്പുകളുമെല്ലാം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയാണ്. അത് പ്രകാശിപ്പിക്കാൻ മോഹൻലാൽ തന്നെ വരണം എന്നാണ് ലിസിയുടെ നിർബന്ധം. മാത്രമല്ല ലിസി സ്വന്തം ജീവിതകഥ തിരക്കഥയായും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതും ജയിലിൽ നിന്നുള്ള ആദ്യത്തെ പെൺ തിരക്കഥയായി വരാൻ ഇരിക്കുന്നു. ആ വിശേഷങ്ങളാണ് മറ്റൊരു പേജിൽ കൗതുകത്തോടെ നൽകിയിരിക്കുന്ന മറ്റൊരു വാർത്ത. ഇനി മനോരമയിലെ വാർത്താ വിശദാംശങ്ങൾ നോക്കാം. അതിരുവിട്ട് പാക് പ്രകോപനം. പാക് വ്യോമസേനാ മേധാവിയുടെ യുദ്ധവിമാനം സിയാച്ചിനിൽ പറന്നെന്ന് അവകാശവാദം. ഇന്ത്യയുടെ പോസ്റ്റുകൾ തകർത്തെന്നും പാകിസ്ഥാൻ. വ്യോമാതിർത്തി ലംഘനം നിഷേധിച്ച് ഇന്ത്യ. പ്രസക്ത ഭാഗങ്ങളിങ്ങനെ. അതിർത്തിയിൽ സംഘർഷം കനത്തതോടെ കടുത്ത പ്രകോപനവുമായി പാകിസ്ഥാൻ. ഇന്നലെ പാക് യുദ്ധവിമാനങ്ങൾ സിയാച്ചിൻ മലനിരകൾക്ക് സമീപം പറന്നതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ വ്യോമാതിർത്തി ലംഘനം ഉണ്ടായിട്ടില്ലെന്ന് ഡൽഹിയിൽ ഇന്ത്യൻ വ്യോമസേനാ കേന്ദ്രങ്ങൾ വ്യക്തമാക്കി. സ്കർദുവിലെ ഖദ്രി വ്യോമസേനാ താവളം സന്ദർശിച്ച പാക് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ സുഹൈൽ അമാൻ മിറാഷ് യുദ്ധവിമാനത്തിൽ സിയാച്ചിൻ മേഖലയിൽ പറന്നു എന്നാണ് റിപ്പോർട്ടിൽ ഉള്ളത്. എന്നാൽ ഇത് പാകിസ്ഥാൻ്റെ വെറും വീമ്പടി മാത്രമാണെന്നാണ് ഇന്ത്യയുടെ വാദം. ഇനി മാതൃഭൂമിയിലെ വാർത്താവിശേഷങ്ങൾ നോക്കാം. BJP അനുകൂല ട്രേഡ് യൂണിയനായ BMS അവരുടെ ദേശീയ സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നയപരിപാടികൾ രൂപീകരിക്കുന്നതിനും ആശയങ്ങൾ സർക്കാരിന് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്നതിനുമെല്ലാം പുതുതായി രൂപീകരിക്കപ്പെട്ട നീതി ആയോഗിൽ BMS അവിശ്വാസം പ്രഖ്യാപിച്ചതാണ് മാതൃഭൂമിയുടെ ഇന്നത്തെ പ്രധാന വാർത്ത. വിശദാംശങ്ങളിങ്ങനെ. BMS ഉൾപ്പെടെ BJP അനുകൂല സംഘടനകൾ കേന്ദ്രത്തിന് എതിരെ. നീതി ആയോഗ് ഉടച്ചു വാർക്കണം. നരേന്ദ്രമോദി സർക്കാർ 4ാം വർഷത്തിലേക്ക് കടക്കവേ സർക്കാരിനായി പുതിയ നയപരിപാടികളും ആശയങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന നീതി ആയോഗിനെ കടന്നാക്രമിച്ച് BJP അനുകൂല സംഘടനയായ ഭാരതീയ മസ്ദൂർ സംഘ് രംഗത്തിറങ്ങി. ജനവിരുദ്ധമായ പരിപാടികൾ നടപ്പാക്കുന്ന തലതിരിഞ്ഞ ബുദ്ധിജീവികളുടെ ഈ സ്ഥാപനം പാടെ ഉടച്ചു വാർക്കുകയും രാജ്യത്ത് സാധാരണക്കാരനെ കേന്ദ്രീകരിച്ചുള്ള ഭരണം നടപ്പാക്കുകയും വേണം എന്ന് കാൺപൂരിൽ സംഘടനയുടെ ദേശീയ സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. നീതി ആയോഗിനും അത് മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങൾക്കുമെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ സമ്മേളനം തീരുമാനിച്ചു എന്നിങ്ങനെ പോകുന്നു ആ വാർത്തയിലെ വിശദാംശങ്ങൾ. നീതി ആയോഗ് എന്താണ് എന്ന് വിവരിക്കുന്ന പ്രത്യേകമായി തന്നെ വിവരിക്കുകയും ചെയ്തിരിക്കുന്നു. 6.5 പതിറ്റാണ്ടുകാലം രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന ആസൂത്രണ കമ്മീഷന് പകരം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന സംവിധാനമാണ് നീതി ആയോഗ്. ദേശീയ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുകയാണ് ചുമതല എന്നിങ്ങനെ പോകുന്നു ആ വിശേഷങ്ങൾ. LDF സർക്കാരിൻ്റെ 1ാം വാർഷികം പ്രമാണിച്ച് സർക്കാരിൻ്റെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും വിലയിരുത്തുന്നതാണ് ഇന്ന് ഒട്ടെല്ലാ പത്രങ്ങളുടെയും മുഖപ്രസംഗം. നമുക്കിന്ന് കേരള കൗമുദിയുടെ മുഖപ്രസംഗം ആദ്യം ഒന്ന് നോക്കാം. ആശുപത്രികൾ രോഗി സൗഹൃദമാകട്ടെ. LDF സർക്കാർ വളരെ കാര്യമായി തന്നെ ശ്രദ്ധ അർപ്പിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ആരോഗ്യ പരിപാലന രംഗം. അതുമായി ബന്ധപ്പെട്ടതാണ് കേരള കൗമുദിയുടെ മുഖപ്രസംഗം. പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ. LDF സർക്കാരിൻ്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളിൽ ഏറെ ശ്രദ്ധേയവും ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദവുമായത് സമഗ്ര ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമാക്കി നടപ്പാക്കാൻ പോകുന്ന ആർദ്രം പദ്ധതിയാണെന്ന് പറയാം.
പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെയുള്ള ഇടങ്ങളിൽ ഗുണമേന്മയുള്ള ചികിത്സയും രോഗീ പരിചരണവും ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സർക്കാർ ആശുപത്രികളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാവുന്നവർക്കൊക്കെ ആർദ്രത്തിൻ്റെ അർത്ഥവ്യാപ്തി നന്നായി ബോധ്യപ്പെടും. അത്രയേറെ അരാജകത്വം അരങ്ങ് വാഴുന്നവയാണ് ഒട്ടുമിക്ക സർക്കാർ ആതുരാലയങ്ങളും. ആശുപത്രികളിൽ രോഗീ സൗഹൃദമായ OP വിഭാഗം ഒരുക്കും എന്ന പ്രഖ്യാപനം തന്നെ ആഹ്ലാദദായകമാണ്. ഇതിൻ്റെ ആദ്യപടിയായി തിരുവനന്തപുരത്ത് കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയായ SITയിൽ പുതുതായി പണി കഴിപ്പിച്ച കൂറ്റൻ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ഇന്നലെ മുഖ്യമന്ത്രി നിർവഹിച്ചു. ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മാതൃ ശിശു ആശുപത്രിയായ SITയിൽ ആരംഭം കുറിക്കുന്ന രോഗീ സൗഹൃദ OP വിഭാഗത്തിന് സമാനമായ സൗകര്യങ്ങൾ മറ്റ് ആശുപത്രികളിലും ഏർപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ആർദ്രം പദ്ധതിയുടെ ഭാഗമായി 171 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തും എന്നിങ്ങനെ പോകുന്നു സർക്കാരിൻ്റെ നേട്ടങ്ങളുടെ ആ വിശേഷങ്ങൾ, അല്ലെങ്കിൽ സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളെ സംബന്ധിച്ച ആ വിശേഷങ്ങൾ. ഇനി മനോരമയുടെ മുഖപ്രസംഗം വിഷയം LDF സർക്കാരിൻ്റെ 1-ാം വാർഷികത്തിലെ പ്രമാണിച്ചുള്ള ഒരു നാൾ വഴി തന്നെയാണ് നേട്ടങ്ങളും കോട്ടങ്ങളും. ആദ്യ വർഷത്തിൻ്റെ വെളുപ്പും കറുപ്പും വാർഷികത്തിൽ നിന്ന് മുന്നോട്ട് നോക്കാം. പ്രസക്ത ഭാഗങ്ങളിങ്ങനെ: അടിസ്ഥാന സൗകര്യ വികസനം മുതൽ സംസ്ഥാനം സ്വസ്ഥവും സമാധാനപൂർണവുമായ ജീവിതം വരെ നീളുന്നതാണ് മലയാളികളുടെ പ്രതീക്ഷകൾ. കൂടംകുളം വൈദ്യുതി ലൈൻ, ഗെയിൽ പൈപ്പ് ലൈൻ, ദേശീയപാത വികസനം തുടങ്ങിയ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ദൃഢനിശ്ചയത്തോടെ എടുത്ത നിലപാടുകൾ ഭാവി കേരളത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ്. മൂന്നാറിന് വേണ്ടി തുടങ്ങിയ രക്ഷാ നടപടികൾ സജീവമായി ഇപ്പോഴും തുടർന്നിരുന്നുവെങ്കിൽ ഈ 1-ാം പിറന്നാളിന് കൂടുതൽ മധുരം ഉണ്ടായേനെ. മുഖ്യമന്ത്രി പ്രത്യേക ശ്രദ്ധ വെച്ച് വീണ്ടും എടുത്തു തുടങ്ങിയ മൂന്നാർ നടപടികളിലാണ് ഇനിയുള്ള പ്രതീക്ഷ എന്നിങ്ങനെ പോകുന്ന മുഖപ്രസംഗത്തിൽ ഇങ്ങനെ തുടരുന്നു. നേട്ടപ്പട്ടികയ്ക്കൊപ്പം 1-ാം വർഷത്തിൻ്റെ ബാക്കി പത്രത്തിൽ വീഴ്ചകളുടെ നിഴൽപ്പാടുകളും കാണാം. ആദ്യ വർഷത്തിൽ തന്നെ 2 മന്ത്രിമാർക്ക് രാജിവെക്കേണ്ടി വന്നു. കുറ്റാരോപിതരായ മന്ത്രിമാരെ സംരക്ഷിച്ചില്ല എന്ന് മുഖ്യമന്ത്രിക്ക് തീർച്ചയായും അഭിമാനത്തോടെ അവകാശപ്പെടാം. പക്ഷേ ഭരണ തുടക്കത്തിൽ തന്നെ സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങളിൽ നിന്നുണ്ടായ ഗുരുതര വീഴ്ചകളാണ് അവരുടെ സ്ഥാനം തെറിക്കാൻ കാരണമായത് എന്നത് നിസ്സാര കാര്യമല്ല. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും മുഖ്യ ഭരണകക്ഷികളായ CPM-ഉം CPI-യും തമ്മിലുള്ള തർക്കവുമൊക്കെ പലപ്പോഴും സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. IAS ഉദ്യോഗസ്ഥർക്കിടയിലെ തർക്കങ്ങൾ, സെൻകുമാർ വിവാദം, ജിഷ്ണു പ്രണോയ് മഹിജ പ്രശ്നം, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ചോദ്യപേപ്പർ ചോർച്ച തുടങ്ങിയവ ഒക്കെ 1-ാം വർഷത്തിന് മേൽ കരുനിഴൽ വീഴ്ത്തി എന്നിങ്ങനെ പോകുന്നു മുഖപ്രസംഗം. ഇനി മാതൃഭൂമിയുടെ മുഖപ്രസംഗം. നെല്ലും പതിരും. പ്രസക്ത ഭാഗങ്ങളിങ്ങനെ: മുന്നണിക്കുള്ളിലെ അഭിപ്രായ ഭിന്നതകൾക്കും നിലമറന്നുള്ള പെരുമാറ്റങ്ങൾക്കുമിടയിലും സാമാന്യ ജനത്തിൻ്റെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്, പ്രതീക്ഷിച്ച നിലയിൽ എത്തിയില്ലെങ്കിലും. 2-ാം തലമുറ വികസനത്തിനു വേണ്ടിയുള്ള 4 കർമ്മപദ്ധതികൾ പ്രഖ്യാപിച്ചതിൽ നിന്ന് തന്നെ സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാട് വ്യക്തമായിരുന്നു. പരിസ്ഥിതി സംരക്ഷണം, താങ്ങാനാവാത്ത ചികിത്സാ ചെലവിന് പരിഹാരം തേടൽ, പാർശ്വവത്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് സഹായമെത്തിക്കൽ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണം, മാതൃഭാഷാ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളിൽ സ്വീകരിച്ച നിലപാടുകൾ ശ്ലാഘനീയങ്ങളാണ് എന്നിങ്ങനെ മുഖപ്രസംഗം തുടരുന്നു. ഇനി ഇന്നത്തെ ബിസിനസ് വിശേഷങ്ങൾ നോക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഉൽപ്പാദന കമ്പനിയാണ് സൗദി അറേബ്യയിലെ അരാംകോയിൽ ഓഹരികൾ വാങ്ങാൻ ഇന്ത്യക്ക് താൽപ്പര്യം എന്നതാണ് കേരളകൗമുദി ഇന്ന് വാണിജ്യം പേജിൽ പ്രധാനമായി നൽകിയിരിക്കുന്ന വാർത്ത. സൗദി അരാംകോ ഓഹരി വാങ്ങാൻ ഇന്ത്യക്ക് മോഹം. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഉൽപ്പാദക കമ്പനിയായ സൗദി അരാംകോയിൽ ഇന്ത്യ നിക്ഷേപം നടത്തിയേക്കും. സൗദി അരാംകോയുടെ 49% ഓഹരികൾ 10 വർഷത്തിനകം വിറ്റഴിക്കാൻ സൗദി അറേബ്യ തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി ആരാംകോയുടെ 5% ഓഹരികൾ അടുത്ത വർഷം പ്രാരംഭ ഓഹരി വിൽപ്പന നടത്താനും സൗദി തീരുമാനിച്ചിട്ടുണ്ട്. IPO വേളയിലാകും ഇന്ത്യ നിക്ഷേപം നടത്തുക. ഇന്ത്യയുടെ പ്രമുഖ പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾ മുഖേനയാകും നിക്ഷേപം നടത്തുക എന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. നിലവിൽ 46 ലക്ഷം ബാരലാണ് ഇന്ത്യയുടെ പ്രതിദിന ക്രൂഡ് ഓയിൽ സംസ്കരണ ശേഷി. 2023 ഇത് 62 ലക്ഷം ബാരലായി ഉയർത്താൻ ഇന്ത്യ ലക്ഷ്യമിടുന്നു. സൗദി ആരാംകോയുമായി സഹകരിക്കുന്നതിലൂടെ ഈ ലക്ഷ്യം അതിവേഗം നേടാൻ ആകും എന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ എന്നിങ്ങനെ പോകുന്നു വാർത്താവിശേഷങ്ങൾ. ക്രൂഡ് ഓയിൽ വില മേലോട്ട് കുതിക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നതെന്ന് അനുബന്ധ വാർത്തയുമുണ്ട്. ഇനി മനോരമയിലെ സാമ്പത്തിക വിശേഷങ്ങൾ നോക്കാം. യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനും ഇനി വിദേശ നിക്ഷേപത്തോടെ സ്വകാര്യ പങ്കാളിത്തം കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നീക്കമാണ്. ഉൽപ്പാദനം നടത്തുക ഒരു സ്വകാര്യ പങ്കാളിയും പൊതുമേഖലാ സ്ഥാപനവും ചേർന്ന്.
പ്രതിരോധ മേഖലയിൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണത്തിന് വിദേശ നിക്ഷേപത്തോടെയുള്ള സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം അനുവദിക്കുന്ന നയത്തിന് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ടാങ്കുകൾ ഉൾപ്പെടെയുള്ള കവചിത വാഹനങ്ങൾ, അന്തർവാഹിനികൾ എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലെ നിർമ്മാണത്തിനാണ് തന്ത്രപരമായ പങ്കാളിത്തത്തിന് അനുമതി. ആഭ്യന്തര ആവശ്യത്തിൽ അധികം ഉൽപ്പാദനം നടത്തിയാൽ വിദേശ രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്താനും അനുവാദമുണ്ടാകും. പ്രതിരോധ മേഖലയിലെ ഉൽപ്പാദനത്തിൽ സഹകരിക്കാവുന്ന സ്ഥാപനങ്ങളുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയ ശേഷമാകും പങ്കാളിയെ തിരഞ്ഞെടുക്കുക എന്നിങ്ങനെ പോകുന്ന വിശേഷങ്ങൾ. പ്രധാനമന്ത്രി പ്രതിരോധ ഇടപാടുകൾക്ക് മുൻതൂക്കം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന വിദേശ പര്യടനത്തിന് മുൻപാണ് നിർണായകമായ നയ തീരുമാനം. അടുത്തയാഴ്ച ജർമ്മനി, സ്പെയിൻ, റഷ്യ എന്നീ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്ന നരേന്ദ്രമോദി ജൂണിൽ US-ലേക്കും പോകുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈ പുതിയ നീക്കം നടക്കുന്നത്. മറ്റൊന്ന്, ജലപാത വികസനത്തിന് വർഷം 2000 കോടി രൂപ നീക്കിവെക്കാനുള്ള തീരുമാനമാണ്. തുക ലഭ്യമാക്കാൻ കേന്ദ്ര റോഡ് ഫണ്ട് നിയമം ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഇനി മാതൃഭൂമിയിലെ വാണിജ്യ വിശേഷം നോക്കാം. വിമാന കമ്പനികളെ ആകർഷിക്കാൻ ചട്ടം ലളിതമാക്കും, ഉഡാൻ പദ്ധതി പ്രകാരം എന്നതാണ് പ്രധാന വാർത്ത വാണിജ്യ പേജിൽ. വിമാന സർവീസ് ഇല്ലാത്ത മേഖലകളെ ബന്ധിപ്പിക്കാനുള്ള ഉഡാൻ പദ്ധതിയുടെ 2ാം ഘട്ടത്തിനായി ചട്ടങ്ങളും നിബന്ധനകളും ലളിതമാക്കുന്നു. കൂടുതൽ വിമാന കമ്പനികളെ പദ്ധതിയിലേക്ക് ആകർഷിക്കുന്നത് ലക്ഷ്യമിട്ടാണിതെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. ആദ്യഘട്ടത്തിൽ വിമാന കമ്പനികളെ കാര്യമായി ആകർഷിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ചട്ടങ്ങളിൽ വെള്ളം ചേർക്കുന്നത് എന്നാണ് സൂചന എന്നിങ്ങനെ പോകുന്നു ആ വാർത്തയിൽ വിശദാംശങ്ങൾ. ഇനി ഇന്നത്തെ സ്പോർട്സ് വിശേഷങ്ങൾ നോക്കാം. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിനായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇംഗ്ലണ്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുമായി നടത്തിയ ഒരു അഭിമുഖമാണ് കളിക്കളം പേജിൽ കേരളകൗമുദി ക്യാപ്റ്റൻ സ്പീക്കിംഗ് എന്ന ശ്രദ്ധേയമായ തലക്കെട്ടോടുകൂടി ഇന്ന് പ്രധാനമായി നൽകിയിരിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിനായി ഇംഗ്ലണ്ടിലേക്ക് തിരിക്കും മുമ്പ് ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ വിരാട് കോഹ്ലി നടത്തിയ പത്രസമ്മേളനത്തിൽ നിന്നുള്ള വിശേഷങ്ങളാണ്. എല്ലാ ബഹുമാനത്തോടെയും പറയട്ടെ, പുറത്ത് എന്തെല്ലാം നടക്കുന്നുണ്ടെങ്കിലും ഒരു ക്രിക്കറ്റർ എന്ന നിലയിൽ ഒരു പ്രവചനത്തിനും ഇല്ല. ടൂർണമെൻറ്റ് നടക്കുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഗ്രൗണ്ടിൽ ആർക്കൊപ്പമാണ് ബാറ്റ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാനാവില്ല. അതുകൊണ്ട് നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് മറന്നേക്കുക. കളിക്കുക എന്നതാണ് ഞങ്ങൾ ക്രിക്കറ്റർമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അതിൽ ഒരു മാറ്റവുമില്ല എന്നിങ്ങനെ പോകുന്നു വിരാട് കോഹ്ലിയുടെ നിരീക്ഷണങ്ങൾ. കൗമുദി ന്യൂസ് ടാക്കിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇതേ സമയത്ത് കാണും വരെ എല്ലാവർക്കും നല്ല ഒരു ദിവസവും നേരുന്നു.